അത് പറഞ്ഞാൽ മിസ്ലീഡിങ് ആവും ചിലപ്പോ. ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ എന്നുള്ള കേസിൽ ഏറ്റവും നല്ല ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ് വിക്രത്തിന്റെ കേസ്. ഓവർ പ്ലാൻഡ് ആവാൻ കഴിയൂല. അത് ചെയ്യരുതെന്ന് പറയില്ല. നമ്മളിങ്ങനെ പ്ലാൻ, സ്ട്രാറ്റജി, തുടക്കം തൊട്ട് ഒടുക്കം വരെ സ്ട്രാറ്റജി. ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഏതെങ്കിലും ഒളിമ്പ്യാഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്ലിയറൻസിന് ഏജ് ബോട്ടിന്റെ സപ്പോർട്ട് ഭയങ്കര. അന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ IIT ക്രാക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞത്. ഹായ് ഗൈസ്, കേരള സിലബസിൽ സ്റ്റേറ്റ് സിലബസ് എന്നറിയപ്പെടുന്ന സിലബസിൽ പഠിച്ചിട്ട് JEE അഡ്വാൻസ് +2 കൂടെ ക്രാക്ക് ചെയ്ത നിങ്ങളുടെ സ്വന്തം ഇക്രമാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇതൊരു കിഡിലിൻ ഇന്റർവ്യൂ ആവുന്നതാണ് എന്റെ പ്രതീക്ഷ. ഇക്രമിനെ നിങ്ങൾ പല വീഡിയോസിൽ ഓൾറെഡി കണ്ടവരുണ്ടാകും. അപ്പൊ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇക്രം സ്വദേശം കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ്. പഠിച്ച സ്കൂള് PKM എടരിക്കോട് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. ഇപ്പൊ +2 നിങ്ങളെ പോലെ പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ്. അതിന്റെ കൂടെ തന്നെ ആള് പുള്ളി JEE മെയിൻസില് 99% അത് കഴിഞ്ഞിട്ട് JEE അഡ്വാൻസ് സ്കോർ വന്നപ്പോ റാങ്ക് 11.5K, അതായത് 11,529 ജനറലിലും OBCയില് 2,528. കിഡിലൻ സ്കോറാണ് ഫസ്റ്റ് ചാൻസിൽ തന്നെ. അതായത് പ്രത്യേകിച്ച് ആളെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പുള്ളി ഓഫ്ലൈൻ ആയിട്ട് ഇതുവരെ എന്ത് ചെയ്തില്ല, സീരിയസ് ആയിട്ട് ഒരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ എന്നുള്ള കേസിൽ ഏറ്റവും നല്ല ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ് ഇക്രത്തിന്റെ കേസ്. ഓൺലൈൻ ആയിട്ട് പഠിച്ച IIT അല്ലെങ്കിൽ നീറ്റ് പോലത്തെ സാധനം എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലർക്കുള്ള സംശയമാണ്. അപ്പൊ അതിനുള്ള തക്ക മറുപടി ഇക്രം തന്നെ പറയും. ഇക്രം, നിന്റെ കേസിൽ എങ്ങനെയാ, നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എങ്ങനെയാ ഈ ഒരു സാധനം ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ എന്നുള്ള സാധനത്തിൽ നീ എന്തുകൊണ്ടാണ് ഓൺലൈൻ ചൂസ് ചെയ്തത്? എനിക്ക് എങ്ങനെ നോക്കിയാലും ഇപ്പൊ ആരോട് ചോദിച്ചാലും ആൾക്കനുസരിച്ചായിരിക്കും കേട്ടോ. എല്ലാവരും കൂടെ ഓൺലൈനിൽ പോയി കയറി കൂടിയിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് കംഫർട്ട് ആവുന്നത് ചിലർക്ക് ഓൺലൈൻ ആയിരിക്കും, ഓഫ്ലൈൻ ആയിരിക്കും. ഓൺലൈൻ ആകുമ്പോൾ കുറേ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട്. അതാണ് നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു വിധത്തിലൊക്കെ കാര്യം നടക്കും. പിന്നെ ഓഫ്ലൈൻ ആകുമ്പോൾ എന്തായാലും ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ അതേപോലെ പോകല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചതായിരിക്കും, സ്കൂളിലും രണ്ടും കൂടി പോകുന്നത് അതാണ് കൂടുതലാവുന്നത്. നമ്മൾ സ്കൂളിലും ഇവിടെയും രണ്ടും ഒരേ സെയിം സാധനം പഠിക്കല്ലേ. അപ്പൊ നമ്മളൊന്ന് പഠിച്ച കാര്യം തന്നെ പിന്നെയും കളിക്കേണ്ട ആ ഒരു സംഭവം വരില്ല. ഒരു ഒന്ന് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് കാണാൻ സ്കിപ്പ് ചെയ്യും. 2x ക്ലാസ് എടുക്കുക, ക്ലാസ് സ്കിപ്പ് ചെയ്യുക. പിന്നെ അല്ല ഫുള്ള് ക്ലാസ് ഫുള്ള് 2x തന്നെയാണ് നോർമൽ കാണാൻ. വളരെ ഭയങ്കര ഫുള്ള് 2x പിന്നെ സ്കിപ്പ് ചെയ്യുക. ആവശ്യമുള്ള പകുതി മതി എന്നുള്ള കൺസെപ്റ്റ് അല്ലേ? അതിനേക്കാൾ സ്പീഡ് ഇല്ലാത്തോണ്ടല്ലേ? ഇല്ലാത്തോണ്ടാണ് ഞാൻ സാറോട് ചോദിച്ചറിഞ്ഞില്ലേ. 2.5 മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 2.5 കിട്ടുമെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സത്യമാണ്. ആ ടൈം അവിടെ ലാഭിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നീ എന്തുകൊണ്ട് ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് പഠിക്കാൻ പറ്റുന്നുള്ള ടൈം ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് നല്ല അറിയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ലാസ്റ്റ് ടൈമിലൊക്കെ ഈ ഒരു റിപ്പീറ്റേഴ്സിനൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പഠിച്ച സംഭവം തന്നെ പിന്നെ വന്ന് നോക്കുമ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്നത് ഈ അഡ്വാൻസിന് വേണ്ടി ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഫുൾ വൺ ഷോട്ട് ഒന്നും കാണാതെ ജസ്റ്റ് അതിന്റെ സ്ലൈഡ് മാത്രം പോയി നോക്കി ആവശ്യമുള്ള ഭാഗം മാത്രം കാണാം. ഭയങ്കര മടിയാണ്. ഫുള്ളായിട്ട് ഇരുന്ന് കേൾക്കുക. ആ സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇരുന്ന് കേൾക്കണ്ട, നമുക്ക് പാകത്തിന് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നടക്കും. രാത്രി കിടക്കുമ്പോൾ കേൾക്കും. ഇങ്ങനെയൊക്കെ ആയിട്ട് തട്ടുമുട്ടിക്ക് പോകും പരിപാടി. അപ്പൊ ഒരു ഫൈനൽ മെസ്സേജ് പക്ഷെ അത് തീരെ പറ്റാത്ത ആൾക്കാർ ഫോഴ്സ് ചെയ്താലേ പഠിക്കുള്ളൂ. പിന്നെ കൺട്രോൾ തീരെ കിട്ടൂല. അങ്ങനെ മൂഞ്ചും വല്ലാണ്ടതായ പോലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയായാലും ഉണ്ടാവും. അതിപ്പോ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ഉണ്ടാവും. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആണ് അല്ലെ? എനിക്ക് തോന്നുന്നു ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു സാധനം ഫോണിൽ വെച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ഇതുവരെ അക്കൗണ്ട് ഇല്ല. ഇന്നിപ്പോ നമ്മളുടെ ഇതിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി നമ്മള് മാസിലാണെങ്കിൽ അന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ IIT ക്രാക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞത്. നമുക്ക് ലൈവായിട്ട് കാണിക്കണം കേട്ടോ. ഇതിന്റെ ഷോട്ട് നമുക്ക് കേൾക്കണം. കമന്റിലിട്ടാണ്ട് അപ്പൊ ഇക്രത്തിന്റെ അക്കൗണ്ട് നമ്മളോട് വരും. അപ്പൊ നിങ്ങൾക്ക് പല മെസ്സേജ് അയക്കാൻ പറ്റും. മെസ്സേജ് അയക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇക്രത്തിന്റെ ഇൻസ്റ്റയിലൂടെയും കൂടി എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. യെസ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ കേസിൽ ഇപ്പൊ വന്ന സമയത്ത് നീറ്റ് വന്നപ്പം കേരളത്തിൽ അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് വന്നു. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ കേരളത്തിലെ പിള്ളേർ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് വരും, അതിൽ JEE മെയിൻസോ അല്ലെങ്കിൽ മെയിൻസ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് അഡ്വാൻസ് വരുമ്പോൾ ഈ ഒരു ട്രെൻഡ് അവിടെ ഇല്ല. അതിന്റെ നിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ? നമുക്ക് മെയിനായിട്ട് അതായിരിക്കും. അതായത് നീറ്റ് പേപ്പർ ഈസി, പിന്നെ നീറ്റിന് പറ്റിയ കോച്ചിങ് എല്ലായിടത്തും നമുക്ക് ഓഫ്ലൈൻ ആയിട്ടൊക്കെ നല്ലപോലെ കിട്ടും. അഡ്വാൻസിന്റെ ഒക്കെ ആകുമ്പോൾ
നമ്മളൊരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആണ്. സ്പീഡ് ആക്യുറസി ഇതിനൊക്കെ അതിലുപരി അതിനൊരു അവയർനെസ് സത്യത്തിൽ ഇപ്പോഴും ഇവിടെ ഇല്ല, വല്ലാണ്ടില്ല. എല്ലാവരും നീറ്റിന് പോവാ, എല്ലാവരും നീറ്റ് സംഭവത്തിൽ ആ ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോഴും കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത്. നീറ്റിന് അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, അത് വേറെ മോശമൊന്നുമല്ല. പക്ഷെ ജെയുടെ കേസിൽ ഇത്തവണ അപ്ലിക്കേഷൻസ് കേരളത്തിൽ കൂടിയിട്ടുണ്ട്. മേ ബി ഇനി ഫ്യൂച്ചറിൽ അഡ്വാൻസിന്റെ സാധനം വരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ അപ്ലിക്കൻസിന്റെ എണ്ണത്തിനേക്കാൾ ഉപരി ഈ ജെയുടെ കേസിൽ അവയർനെസ് വളരെ കുറവാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ടോപ്പറായി വന്ന സ്റ്റുഡന്റ് ആളെ 5 മാർക്കാണ് മിസ്സായത്. ഒരു ക്വസ്റ്റ്യൻ തെറ്റി 5 മാർക്ക് മിസ്സായി അഡ്വാൻസിന്. ആ കുട്ടി 6th തൊട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അഡ്വാൻസിനല്ല, ജെയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഫൗണ്ടേഷൻ. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഫൗണ്ടേഷനോ ക്ലാസ്സുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഏറ്റവും പ്രൊമോട്ട് ചെയ്യല് നേരത്തെ തുടങ്ങാം. കാരണം ഞാൻ +1 +2 അത്യാവശ്യത്തിന് കളിച്ച്, അതായത് വല്ലാണ്ട് അലമ്പെന്നല്ല, എല്ലാവരും വിചാരിക്കുമല്ലോ 99 എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തിന് ആ ഒരു എന്താ അത്ര എഫേർട്ടഡ് ആയല്ല, കുറെ കളിക്കാൻ എല്ലാ പരിപാടികളും കളികൾക്ക് പോകും. പിന്നെ കല്യാണങ്ങളൊന്നും മുടക്കലില്ല. പിന്നെ സാഹിത്യോത്സവം അങ്ങനത്തെ പരിപാടികളൊക്കെ എല്ലാത്തിനും പോവുകയൊക്കെ ചെയ്യും. പിന്നെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഫൗണ്ടേഷനായിട്ട് എവിടെയും പെയ്ഡ് കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു NTSC അതിന് പ്രിപ്പയർ ചെയ്ത് 9th 10th കുറച്ച് 10th അത്യാവശ്യം പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് NTSCക്ക് വേണ്ടി 10th NTSC എക്സാം ഇപ്പൊ നിലവിലില്ല, ഫ്യൂച്ചറിൽ മേ ബി തിരിച്ചു വന്നേക്കാം. NTSC എക്സാമിന് വേണ്ടി പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് 9th സമയത്ത്. പക്ഷെ എവിടെയും കോച്ചിങ് ഒന്നും പോയിട്ടില്ല. കോച്ചിങ്ങിനല്ല, യൂട്യൂബ് ഓൺലൈനിൽ ഒരു സ്ഥലത്ത് കോച്ചിങ് ഓൺലൈൻ ഭയങ്കര ഇഷ്ടമായി. കിട്ടുന്ന റിസോഴ്സസ് എല്ലാം ഇയാൾ യൂട്ടിലൈസ്. അങ്ങനെ പ്രത്യേകിച്ച് യൂട്യൂബ് തന്നെ ഫ്രീ റിസോഴ്സസ് ഒരുപാടുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ട് പല ക്ലാസ്സുകളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ പല ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന ക്ലാസ്സസ് ഉണ്ട്. അന്നേരം ആ ഒരു ചാനലുകളെ ഏതൊക്കെയാന്നുള്ളൊരു ഇതും, പിന്നെന്താ പറയുക, ഒരു എങ്ങനെ ഇതിന് അപ്രോച്ച് ഇപ്പോഴും എല്ലാവർക്കും അറിയാം. +2 ആയാലും എങ്ങനെ പഠിക്കാം, നോട്ട് പ്രിപ്പയർ ചെയ്യാം. എനിക്ക് ആ ഒരു സംഭവം ആദ്യം ഒരു ഐഡിയ കിട്ടി. ഇതാണ് ഈ NTSC. ആദ്യം ഞാൻ വീട്ടിൽ വായിച്ചാൽ അറിയാം. ഇപ്പൊ 9th ടൈമിലൊക്കെ ഒരു പഠിച്ചിട്ട് ഇതാണ് +2 അങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ടെൻഷൻ ആ ഒരു സംഭവം ഒന്നും വല്ലാണ്ട് നമുക്ക് വരില്ല. കാരണം ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഏതെങ്ങനെ പഠിക്കണം ഞാൻ വല്ലാണ്ട് നോട്ട് ചെയ്താതെ എനിക്ക് പറ്റിയൊരു ട്രാക്ക് അതായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ഓവർ പ്ലാൻഡ് ആവാൻ കഴിയൂല. ഞാൻ അത് ചെയ്യരുതെന്ന് പറയില്ല. നമ്മളിങ്ങനെ പ്ലാൻ സ്ട്രാറ്റജി തുടക്കം തൊട്ട് ഒടുക്കം വരെ സ്ട്രാറ്റജി വീഡിയോസ് ആ രീതിയിൽ ഇങ്ങനെ പോകരുത്. നമ്മളിതായത് പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ റെഡി ആയി പോവാ. പിന്നെ ചിലര് ഓരോരുത്തർക്ക് അനുസരിച്ച് എല്ലാരും കണ്ടുവിട്ടുതരാം, അത്രേ ഉള്ളൂ. അപ്പോ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 9th 10th അടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തു. അതൊന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിൽ തന്നെ ആ കണ്ടന്റിലുപരി ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ഒരു സെൽഫ് കൺട്രോള്, ഒരു പ്രോപ്പർ സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലേ. പിന്നെ അത് +1 പോയ സമയത്ത് ആ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? 10th to +1 വെക്കേഷൻ കുറെ കളിച്ചിരുന്നു. പിന്നെ അന്ന് ഫസ്റ്റ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തിരുന്നു. എജുകൂട്ടില് ഫസ്റ്റ് ബാച്ചിൽ അതുണ്ടായിരുന്നു. ജയി കിട്ടണം സംഭവം ആലോചിച്ചു. ആ ഒരു ടൈമിന്റെ ഇമ്പോർട്ടൻസ്, അതായത് എത്രയും പെട്ടെന്ന് തുടങ്ങുന്ന അത്രയും അടിപൊളി തന്നെയാണ്. അപ്പോ ഇപ്പൊ ടോപ്പർ കേസ് ആയാലും 3 വർഷത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഓരോരോ ചെറിയ ക്ലാസ്സിൽ 6th 7th ലെവലിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് 8th പഠിക്കേണ്ട കാര്യം 7th 9th പഠിക്കേണ്ട കാര്യം ചിലപ്പോൾ 8th ആയിട്ട് പഠിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് +1 +2 സമയത്ത് ഫസ്റ്റ് കിട്ടിയ കുട്ടിയതാ പറഞ്ഞത്. അവന് +2 ടൈമിൽ ഓൾമോസ്റ്റ് മെയിൻസിനല്ല പഠിച്ചേ, അഡ്വാൻസിന്റെ മോക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് എഴുതിയത്. എത്തിയിട്ടുണ്ട് മെയിൻസിന്റെ ലെവലിലൊക്കെ അവന് +1 കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, +2 ടോപ്പിക് അടക്കം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ റിവൈസ് ചെയ്യൂട്ടോ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ 1ാം റാങ്ക് ഇത്തവണ ഫസ്റ്റ് റാങ്ക് വന്ന കുട്ടി വേദ് ലഹോട്ടി എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി തന്നെയാണ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഏതെങ്കിലും ഒളിമ്പ്യാഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര സങ്കടമാണ്. ഞാനൊരു 10th SLCന്റെ 2 മാസം മുമ്പൊക്കെയാണ് ഒളിമ്പ്യാഡ് എന്താ പറയുന്നത്. അതൊന്ന് ഭയങ്കര ഒളിമ്പ്യാഡ് സംഭവം നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ എന്തിനാ എങ്ങനെ എപ്പോഴും പ്രിഫർ ചെയ്യുക, അതൊക്കെ ഒന്നും വേണ്ട. ഫസ്റ്റ് തന്നെ നമ്മൾ കളിക്കൊക്കെ വേണം. അതായത് ഇപ്പോൾ ഒരു 6th തന്നെ അല്ല, അത് വലിയ റാങ്കിനൊക്കെ അത് വേണ്ടിവരും. പക്ഷെ നമ്മളൊരു സാധാരണ ഇതിലെത്താൻ ആദ്യം കിടന്ന് മരിച്ചു പഠിക്കാൻ മാത്രമൊന്നും ഇല്ല. അപ്പൊ എന്താ ചെയ്യാ, തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ ഓരോ ക്ലാസ്സിലും ഒളിമ്പ്യാഡ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുകയാണെങ്കിൽ 7th ഒരു USS എന്ന എക്സാം ഉണ്ട്, 8th എത്തുമ്പോൾ NMS എന്ന എക്സാം ഉണ്ട്, പിന്നെ NTSC ചെയ്യുന്നു. പക്ഷെ അതിലുപരി ഇന്റർനാഷണൽ ലെവലിലുള്ള ഇപ്പൊ IGSO എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് എന്ന എക്സാം ഉണ്ട്, പിന്നെ ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡ് ഉണ്ട്. അതുപോലെ ഓരോരോ കൺസേൺഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ 1ാം റാങ്ക് AR1 ഉള്ള സ്റ്റുഡന്റ്
ഈ എക്സാം IGSO എക്സാമിന് 1 റാങ്കാ. അവൻ ആ പഠിച്ച വർഷത്തിൽ അവൻ 1 റാങ്കാ. അപ്പൊ അന്ന് അവന് വേണ്ടി ഇങ്ങനത്തെ ഒളിമ്പ്യാഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ പ്രത്യേകിച്ച് അഡ്വാൻസ് പോലുള്ള കുറച്ചും കൂടി ഹൈ ലെവൽ കൺസെപ്റ്റിലേക്ക് പോകുന്ന ക്വസ്റ്റ്യത്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും. ഞാൻ അനിയനോട് അതാ പറയല്, അതായത് ഒളിമ്പ്യാഡ് കിട്ടൂല ഉറപ്പ് എഴുതണ്ട, പക്ഷെ ആ സംഭവങ്ങളും അങ്ങനെയല്ല. നമ്മള് ഒന്നും നോക്കാതെ ഇക്കൊല്ലം തന്നെ നമുക്കിപ്പോ ഒന്നും കിട്ടണം ഒരു ചാൻസ് ഇല്ല. അത് കിട്ടണം വിചാരിച്ചോട്ടെ, പക്ഷെ കിട്ടാൻ ചാൻസ് ഇല്ല. അതാണ് ഇപ്പൊ നോർമൽ ആ ഒരു ഐഡിയ. പിന്നെന്താ, ഒരു കൂടുതൽ യൂട്യൂബ് ചാനൽ ഫ്രീ കണ്ടന്റ് അല്ല, പെയ്ഡ് ആയിട്ടൊന്നല്ല, ജസ്റ്റ് ആ ഒരു ഇതൊക്കെ ഒരു ഐഡിയ വെച്ച് കയറിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് യൂസ് ആവും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറെ റിലാക്സ് ആയുള്ള ഒരു ടൈം കിട്ടും. ചിലർക്ക് ചോദിക്കും +1 ഫുള്ള് മരിച്ചു പഠിക്കുകയായിരുന്നു, ആ ഒരു സംഭവം ഉണ്ടാവണില്ല, വല്ലാണ്ട് പഠിച്ചിട്ടില്ല എന്നല്ല, റിലാക്സ്ഡ് ആണ് അത്യാവശ്യത്തിന് ആ ഒരു പിന്നെ അങ്ങനെ. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത്രയും പെട്ടെന്ന് ഇതേപോലെയുള്ള എക്സാംസ് ഒളിമ്പ്യാഡ്സിലൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നീ +1 ആയ സമയത്ത് തന്നെ അത്യാവശ്യം ജെയിന്റെ പേപ്പേഴ്സ് ഒക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ടല്ലേ? ജെയിന്റെ പേപ്പേഴ്സ് ഒക്കെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, +1 ലെവലിൽ തന്നെ സീരിയസ് ആയിട്ട് പഠിച്ചു അല്ലെ, നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതായത് കുറച്ച് മുന്നോട്ടിന് ആൾ എന്ത് ചെയ്തിട്ട് ചിന്തിച്ചിട്ടുണ്ട്. PYQ സോൾവ് ചെയ്തിരുന്നോ? PYQ +1 ചാപ്റ്ററുകൾ കഴിയുമ്പോൾ കുറച്ച് അപ്പൊ ബാക്ക്ലോഗ് പോലെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ചിലതിങ്ങനെ വരും. ഞാൻ ലാസ്റ്റ് ചെയ്ത് കറക്റ്റ് ആണോ അറിയില്ല, അപ്പൊ ഞാൻ പറയണെങ്കിൽ കറക്റ്റ് ആണോന്നില്ലല്ലോ, സാർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതായത് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പറയണല്ലോ, അതായത് കൂടുതൽ വൺ ഷോട്ടാണ് കണ്ടിരുന്നത്. പല ടീച്ചേഴ്സും കാണണ്ടെന്നാ പറയില്ല, അത് അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒരു ഡൗട്ടുള്ള കാര്യമാണ്. വൺ ഷോട്ടുകളാണ്, അപ്പോൾ ആ ഒരു ബാക്ക്ലോഗ്സ് വല്ലാതെ വരില്ല. ഡീറ്റെയിൽഡ് ക്ലാസ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കാണുന്ന അത് ചെറിയ വൺ ഷോട്ട് അല്ല, 5-6 മണിക്കൂറുള്ള വലിയ ഡീറ്റെയിൽഡ് വൺ ഷോട്ട്. പിന്നെ PYQ വീഡിയോസ്, എൻ്റെ അടുത്ത് മെറ്റീരിയൽ ഒന്നും ഇല്ല, NCERT ഇല്ല കേട്ടോ, അത് വേറെ. അത് പറഞ്ഞാൽ മിസ്ലീഡിങ് ആവും ചിലപ്പോ, അതൊന്ന് ശ്രദ്ധിക്കണം. PDF ഇല്ല, ഞാൻ സത്യമാണ്. ഇപ്പം ചിലർക്ക് ഡൗട്ട് ആണ്, തള്ളല്ലേ വയ്ക്കും. എൻ്റെ അടുത്ത് NCERT കെമിസ്ട്രി ഇല്ല, ഫിസിക്സിൽ മാത്സിൽ ഒന്നുമില്ല, ഒരു NCERT ഇല്ല, ഒരു മെറ്റീരിയൽ ഇല്ല, ഏജ് ബോർഡിന് ഒന്നും മെറ്റീരിയൽ ഇല്ലല്ലോ, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇല്ല. യൂട്യൂബാണ് മെയിനായിട്ട്, പിന്നെ ആപ്പിലെ ക്ലാസ്, അതുപോലുള്ള റിസോഴ്സ്. പിന്നെ കുറച്ചൊക്കെ PDF അതൊന്നും ഇങ്ങനെ ഒപ്പിക്കും. അപ്പോ ചിലപ്പോ ഫോളോ ചെയ്യണമെന്നല്ല, ഇല്ലായിരുന്നു. അതാണ് പോലും ഇവിടെ ചാൻസ് കിട്ടും. പക്ഷെ ഇന്ന് എല്ലാവർക്കും റിസോഴ്സ് വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ നീറ്റ് റിസൾട്ട് വന്നപ്പോ കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് അപ്ലിക്കൻസിന് ഉപരി കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. എക്സാം എളുപ്പം കാര്യമായിട്ട് ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ചെറിയ രീതിയിൽ ചില ക്വസ്റ്റ്യൻസ് കോമ്പറ്റീഷൻ കൂടി. അതേപോലെ ഇപ്പൊ JEE മെയിൻസ് വന്നപ്പോൾ ആ കോമ്പറ്റീഷൻ കൂടി. ഈവൻ അഡ്വാൻസിൽ അത് ഉണ്ടാവില്ല എന്ന് എല്ലാവരും പിടിക്കും, പക്ഷെ അഡ്വാൻസിൽ ഒരു കോമ്പറ്റീഷൻ കൂടി. കഴിഞ്ഞ വർഷം 8 മാർക്ക് ആയിരുന്നില്ല മിനിമം വേണ്ടത്, 10 കൂടി. കഴിഞ്ഞ വർഷത്തെ ടോപ്പ് റാങ്കിൽ ഉള്ള 280+ എന്തുള്ളവന് അതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ഒക്കെ ആയി. അതായത് റാങ്ക് ഇൻഫ്ലേഷൻ എന്ന സാധനം ഉണ്ട്, പക്കാ ഉണ്ട്. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് എല്ലാവരും പറയുന്നത് എക്സാം എളുപ്പമായി വരുന്നതിന്റെ ഉപരി അവിടെ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. സീരിയസ് ആയി ഓൺലൈൻ ഭയങ്കര വലിയ ഫാക്ടർ ആയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓൺലൈനിൽ എല്ലാ രീതിയിലും പല ലാംഗ്വേജിലും ഇപ്പം നല്ല നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് വന്നു തുടങ്ങി. ഇപ്പൊ കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു 5 years ബാക്ക് യൂട്യൂബ് അഡ്വാൻസ് ചെയ്യുന്ന കുട്ടിക്ക് യൂട്യൂബിൽ ഒന്നും കിട്ടില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ പോലും അഡ്വാൻസിന്റെ കണ്ടന്റ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത്ര ആയിട്ടില്ല, എന്നാലും ഇനി ഫ്യൂച്ചറിൽ അത് കൂടുതൽ പഴയ കണ്ടന്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഞാനൊക്കെ റെഫർ ചെയ്യുന്ന ഒരു സാറ് ക്ലാസ് ഉണ്ടായിരുന്നു, പ്രതീക്ഷ എത്രപ്പൽ എന്ന് പറഞ്ഞിട്ട്. സാറൊക്കെ മരിച്ചുപോയി. പക്ഷെ സാറെ കണ്ടന്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. ബെസ്റ്റ് ക്ലാസ് ആണ് ഫിസിക്സിന്റെ ഒക്കെ. സാർ ലെക്ചർ ക്ലാസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ചിലപ്പോൾ ഇനി മുന്നോട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അടിപൊളിയാവും. കാരണം അഫോർഡബിൾ ആവാൻ എല്ലാവർക്കും ആകെ ഡാറ്റ മതി. ഫീ ഒരു സംഭവമില്ല, ഫീന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയോ, സ്ട്രക്ചർ ഉണ്ടാവില്ല. ഇപ്പോ ഈവൻ ഇപ്പോ പല ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈവൻ ബുക്കുകളൊക്കെ സെക്കൻഡ് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുക്ക് കിട്ടും. നിങ്ങൾ പല വലിയ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ബുക്സിന്റെ ഒക്കെ സെക്കൻഡ് വേർഷൻ കിട്ടും. പക്ഷെ ഇതൊക്കെ എന്തായാലും കണ്ടന്റ് നമ്മൾ പഠിക്കാന്നുള്ളതാണ്. അതായത് ഇതൊരു കടല് പോലെ ഉണ്ടാവും, പക്ഷെ അത് സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടൂല. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ക്ലാസ് റൂം സ്ട്രക്ചർ വേണ്ടി വരും. പറഞ്ഞു തരാൻ ഇടയ്ക്ക് ഒരു വടിയൊക്കെ എടുത്തിട്ട് പോലെ അങ്ങനെ പിന്നാലെ കൂടാൻ ആള് വേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡൗട്ട് വരുന്ന സമയത്ത് ചോദിക്കാൻ ആള് വേണ്ടി വരും. ഈ ഒരു സാധനം നിങ്ങൾ സെൽഫ് സ്റ്റഡി എന്ത് ചെയ്യില്ല, അത്ര പിന്നെ ഡൗട്ട് ക്ലിയറൻസിന് ഏജ് ബോർഡിന്റെ സപ്പോർട്ട് ഭയങ്കര. അതായത് ഇപ്പൊ ലാസ്റ്റ് ടൈമിലൊക്കെ എല്ലാ ടീച്ചേഴ്സിന്റെ കോൺടാക്ട് വന്ന് എനിക്കാണെങ്കിൽ ഫുള്ള് ഡൗട്ടാണ്, എന്തൊന്നും നോക്കിയാലും ഡൗട്ടാണ്. ഭയങ്കര പെർസിസ്റ്റന്റ് അല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നവരെ നോക്കും. നമ്മളെ ഫാക്കൽറ്റീസിന് എല്ലാ നമ്പറൊക്കെ കൊടുത്തിട്ട് ഫുള്ളി ഡൗട്ട് ക്ലിയർ ചെയ്തു. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ഡൗട്ടിന്റെ ഒരു സംഭവം എനിക്ക് തോന്നി, എന്താ പറയുക, നമ്മൾ ഒറ്റയടിക്ക് ഡൗട്ടായി പോസ് ചെയ്ത് ആലോചിക്കരുത്.
കാരണം നമ്മള് ചില ഈ ഓൺലൈൻ ആകുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഓടാ അത് മിസ്റ്റേക്ക് ബാക്ക് അടിച്ച് വന്ന് റെഡി ആക്കണ്ടാവും. നമ്മളത് ഇരുന്ന് ആലോചിച്ച് കുറെ ടൈം വന്നിട്ട് പിന്നെ വന്ന് നോക്കും, അപ്പൊ കിളി പോയി. ഞാൻ ഇപ്പം ലാസ്റ്റ് പഠിച്ചത് ഇത് പോസ് ചെയ്ത് ഇങ്ങനെ പോണവരാണെങ്കിൽ മൂഞ്ചു. അപ്പൊ ഇത് ലാസ്റ്റ് വരെ ആ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ ഡൗട്ട് ആണെങ്കിൽ രണ്ടാമത് തിരിച്ചു നോക്കിയിട്ടുള്ളൂ. അതായത് കണ്ടത് നോക്കിട്ട് ചെയ്യാം. പിന്നെ നീ മോക്ക് എക്സാം അഡ്വാൻസിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരുന്നോ? ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടില്ല, അതൊരു ഫാൾട്ട് ആണ് എന്റെ. എനിക്ക് തോന്നി, അതായത് അത് നിനക്ക് ഒന്നും എഴുതിയിട്ടുള്ളൂ, ആകെ ഒന്നും എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം കുറെ ഡൂവബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടും ഇതൊരു അറ്റൻഡ് ചെയ്യാൻ അല്ലാണ്ട് ടൈം അത്ര ഇഷ്യൂ അല്ല. ടൈം കാരണം അഡ്വാൻസ് അല്ലേ, പിന്നെ ഇതായപ്പോ ഇപ്പത്തെ ഈ പ്രാവശ്യത്തെ പേപ്പർ ആയിട്ടാട്ടോ ഇത്ര ഈസി ആയത്. അല്ലെങ്കിൽ കുറച്ച് അന്നൊക്കെ കിളി ഫുള്ള് പാറിയിരിക്കേ, ആ ലെവലിക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. നമ്മള് ഫുള്ള് ഒരു ഈ മേലത്തെ കളികൾ വെച്ചിട്ട് കയറണ തന്നെയാണ്. ഒരു മണിക്കൂറിന്റെ വീഡിയോ സൊല്യൂഷൻ അതൊക്കെ എക്സാമിൽ ഇരുന്നിട്ട് എനിക്കറിയില്ല, അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ലേ. വേണമെങ്കിൽ വല്ല കറക്കി കുത്തുന്ന ടീംസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ വലിയ ഫാക്ടർ ആയിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ ആൾക്ക് പുള്ളിക്ക് ഒരുപാട് IITs OBC റാങ്കിങ്ങിലും മറ്റ് ഇതിലൊക്കെ ആയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ മെയിൻസിന്റെ സ്കോറിൽ കാലിക്കറ്റ് NIT തന്നെ ടോപ്പ് കോഴ്സ് തന്നെ ചാൻസ് ഉണ്ട്. നിന്റെ പ്രിഫറൻസ് എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നാമതിനെ പറ്റൊന്നും ഐഡിയ ഇല്ല. ഏതെങ്കിലും ടോപ്പ് 7 IITs എവിടെയെങ്കിലും കിട്ടണം, അവിടെ പഠിക്കണം, IIT ബ്രാൻഡ് ആവണം. IIT ബ്രാൻഡ് ആ ഒരു പേര്, ആ ഒരു സാധനത്തിനല്ല IIT ചൂസ് ചെയ്യുന്നത്. പല ആൾക്കാർ ചിലർക്ക് എന്താന്ന് പറയുന്ന മനസ്സിലായി. ചില ആൾക്കാർ വിചാരിക്കും IIT ടീമിന് IIT പോവാ, അങ്ങനല്ല. IIT കിട്ടിയാൽ പോലും NIT ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. അതായത് ചില ആൾക്കാർക്ക് IIT വേറെ കുറെ കോഴ്സ് കിട്ടുകയാണെങ്കിലും NIT CSE ചിലപ്പോൾ സെറ്റിൽ ആവാറുണ്ട്. അത് മതിയാവും, നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ബാക്കി ഗൈഡൻസിന്റെ കാര്യത്തിലാണ് ഇനിയിപ്പോൾ ഉള്ള കേസിൽ ഇയാൾ മാക്സിമം ഗൈഡൻസിനൊക്കെ പലരോടും റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എജ്യൂപോർട്ടിൽ നിന്നല്ല കേട്ടോ, മാക്സിമം കുറെ ആൾക്കാരെ ഹെൽപ്പ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പുള്ളി തന്നെ സ്വയം ചോദിക്കാറുണ്ട്. മറ്റേ ഒറ്റക്ക് വഴിവെട്ടി വന്നൊന്നല്ല, പിന്നിൽ കുറെ ആൾക്കാരുണ്ട്. ശരിക്കും നന്ദി പറയാനായിട്ട് ഒരു വീഡിയോ എടുക്കേണ്ടിയിരുന്നു. സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ് അവിടെ, നമുക്ക് പറ്റിയ നല്ല കമ്പനി ടീച്ചേഴ്സാണ്. പിന്നെ ഫ്രണ്ട്സും തന്നെ കുറെ ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ IITians ആദ്യ കോണ്ടാക്ട്സ് ഉണ്ട്. അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടായിട്ട് അങ്ങനെ റഹീം സർ, അതുപോലെ ഫായിസിക്ക, മറ്റേ ഇതുണ്ടല്ലോ ടീച്ചറെ വരെ ഒപ്പിച്ചെന്ന് പറഞ്ഞ IIT-ലെ അത് അളിയന്റെ ഫ്രണ്ട്, അളിയന്റെ ഫ്രണ്ടിനെ ത്രൂ ഖരഗ്പൂർ IIT-ലെ ഏതോ ഫാക്കൽറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ആള് ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് കണ്ട് ഇങ്ങനെ പഠിക്കാനുപരി എന്തെല്ലാം മാക്സിമം ചെയ്യാൻ പറ്റുമോ എല്ലാ പണികളും എന്തിട്ടുണ്ട്. പിന്നെ അസർഖാന്റെ സപ്പോർട്ട് അവന്റെ പൊന്നു. കാരണം എന്താ അസർ നസിയാണ്. ഈ ലാസ്റ്റ് അഡ്വാൻസിന്റെ ടൈമില് ഞാൻ ആദ്യമൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ആവറേജ് ടൈമൊക്കെ ഒരു ഇടക്കിടക്ക് 4, ഇടക്കിടക്ക് 2 അങ്ങനെ താഴും ചെയ്യും ഇതാവും. ഈ ലാസ്റ്റ് ടൈമിൽ ഒരു 8, 9, 8, 9, 10, 8, 9, 10 ആ റേഞ്ചിൽ ഫുള്ള് എഫക്റ്റീവ് അവർ പിടിച്ചു നിന്ന്. സംഭവം എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു എന്തായാലും എത്ര സെൽഫ് മോട്ടിവേറ്റഡ് പറഞ്ഞാലും കുറെയൊക്കെ മുഞ്ചൽ തന്നെയാണ്. അതിന്റെ ഒരു ഇതുണ്ട്. നമ്മളൊരു കളി വരും, ആ ഒരു സ്വഭാവമുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇത് ഡെയിലി മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ എത്ര പഠിച്ചു, അപ്പൊ കുറഞ്ഞാല് ചോദിക്കും എന്താടാ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പൊ ഇങ്ങനെ ഓവർ പറഞ്ഞു മെന്റർ പോലെ ലാസ്റ്റ് നല്ല സപ്പോർട്ട് ആയിരുന്നു. ഫുള്ള് കോണ്ടാക്ട്. ഇന്നലെ രാത്രി ഒരു മണിക്കൂർ ഇരുന്ന് വിളിച്ചിനെ. അങ്ങോട്ട് വരാൻ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ, അതായത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, എഫേർട്ട് എടുക്കുക. അതായത് പഠിക്കുന്നതിനുപരി ഇതേപോലെ ഒരുപാട് എന്തെങ്കിലും വഴികളുണ്ടാവും. അതായത് ഓൺലൈനായിട്ട് പല പല ഫോറത്തില് പല, എനിക്ക് തോന്നുന്നു പിന്നെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് അല്ലെ ഇതുവരെ കാണാത്ത കുറെ ഫ്രണ്ട്സുമായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരെയുണ്ട്. ഗ്രൂപ്പിന് പേരല്ല, ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാർ ഇതേപോലെ കുറച്ച് സ്റ്റഡി അവർ കൂടുതലുള്ളവർക്ക് പൈസ ചലഞ്ച്. അജാസ് 1000 രൂപ എനിക്ക് പൈസ ഉണ്ട്, അപ്പൊ അങ്ങനെ 1000 വാങ്ങണ്ട. അതായത് ഞങ്ങള് ഡെയിലി ഇങ്ങനെ എഫക്റ്റീവ് അവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്പ്രെഡ്ഷീറ്റിൽ നമ്മള് ഓരോരുത്തരുടെ പേരുകൾ എഴുതിയിട്ട് ഒരു വീക്കിൽ ടോപ്പർ ആരാ അവർക്ക് പൈസ
അതായത് ആരാണോ വീക്കിൽ കൂടുതൽ പഠിക്കുന്നത് ഒരു പൈസ അതിൽ കള്ളത്തരം കാണിക്കോ? കള്ളത്തരം കാണിക്കില്ല, പിന്നെ നമുക്കുള്ളതല്ലേ. അജാസാറാണ് സ്പോൺസർ സ്പോൺസർ. ആദ്യം 100 ആയിരുന്നു, പിന്നെ 500 ഇപ്പൊ ലാസ്റ്റ് 1000 ആയിരുന്നു. 100 ഞാൻ പൊട്ടി, 500 ഞാൻ പൊട്ടി, 1000 അയച്ചു. പക്ഷെ അവസാനം പക്ഷെ ബാക്കിയുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഡാൻസിലേക്ക് സ്കോർ ആയിട്ടില്ലെങ്കിലും ഗോകുലൊക്കെ ഗ്രൂപ്പിലുള്ള കണ്ണൂർ ഗോകുലൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ ഇങ്ങനൊക്കെ പല പല ടെക്നിക്സ് ഇവര് പയറ്റിട്ടുണ്ടല്ലേ. പിന്നെ പല പല അല്ലെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലാണോ പഠിക്കുക ഡ്രീമിന് മാക്സിമം പറ്റി നോക്കുക. അപ്പോ ഈ ഒരു സാധനമാണോ ഇനി അവിടെ എത്തിയിട്ട് എന്താ പരിപാടി? ഇത് ഐഐടിന്നുള്ളൊക്കെ ഇനി കൗൺസിലിംഗ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോ എന്താണ് അവിടെ എത്തിയുള്ള കറക്റ്റ് ഒരു പ്ലാൻ എന്താ? സ്റ്റിക്ക് ചെയ്യാനാണ് കോർ എന്നല്ല, എനിക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു എന്താ മാത്തമാറ്റിക്സ് ഇങ്ങനെ കോഡിങ് ആ ടൈപ്പ് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഒക്കെ അവിടെ പോയിട്ടല്ലേ, അവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല. CS പഠിച്ചിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി, വല്ലാണ്ട് അറിയില്ല. കുറെ അറിയാം, അതായത് വലിയ സംഭവങ്ങളൊന്നും നോക്കണമെങ്കിലും ആ ഒരു ഇത് അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട്, അതായത് JEE അഡ്വാൻസ് ത്രൂ IIT അല്ലെങ്കിൽ NIT മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് എന്താ നിനക്ക് പറയാനുള്ള ഒരു മെസ്സേജ്? സ്റ്റേറ്റ് സിലബസിൽ സാധാരണ പഠിക്കുന്ന കുട്ടിയോട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് പലർക്കുള്ള സംശയമാണ്, ഒന്നാമത് ഈ JEE അത്ര പലർക്കും അഫോർഡബിൾ ആയിട്ട് തോന്നില്ല. കാരണം മെയിൻസ് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ പലർക്കും അഫോർഡബിൾ അല്ലാതെ തോന്നാറുണ്ട്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയിട്ട് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നടക്കില്ല എന്നുള്ള കേസൊക്കെ സ്റ്റേറ്റിൽ വരാറുണ്ട്. അപ്പൊ അവരോടുള്ളൊരു കോമൺ ഒരു മെസ്സേജ്, ഒരു ഫീ ആണ് മാറ്റർ നിൽക്കില്ല, അതിനിപ്പോ പറയാനേ പറ്റൂല. ഫീ അല്ല, അങ്ങനെ അങ്ങനത്തെ നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഫീ ഒരു വിഷയമല്ല. ഓൺലൈൻ കോച്ചിങ് ഇഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് അങ്ങനെ ഒരു കേസ് ഉണ്ട്. പിന്നെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഓർഗാനിക് നോട്ടൊക്കെ എഴുതുമ്പോൾ സ്കൂൾക്കും ട്യൂഷനൊക്കെ ഒറ്റ നോട്ടാണ്. അപ്പോൾ നമുക്കൊരു ലാഭമാണ്. എനിക്ക് ഒന്നാമത് എഴുതാനുള്ള ഭയങ്കര മടിയാണ്. പിന്നെ എഴുതുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും സ്കൂൾ പോകുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഡെഫിനേഷൻ കാര്യമായിട്ട് എഴുതണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് മാത്രം എഴുതി വെക്കും എക്സ്ട്രാ സൈഡിൽ. എന്നാൽ അവിടെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ഇങ്ങനെ റിവൈസ് ചെയ്യുകയും ചെയ്യാം, ക്ലാസ് കേൾക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെ നോട്ട് പിന്നെ ഇങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. അതൊരു പോയിന്റാണ്. പിന്നെ കഴിയുന്നതും സ്കൂളിലും ഒരുമിച്ച് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണവരട്ടോ, എല്ലാം കൂടെ ആയിട്ട് ആ കൊളാക്കരുത്. വലിയ നോട്ട് വാങ്ങിയിട്ട് വേണം സൈഡിൽ സ്പേസ് ഒക്കെ വിട്ടിട്ട് അങ്ങനെ എക്സ്ട്രാ പോയിന്റ് ശരി. ചിലവരുണ്ടാവല്ലോ ഇവിടെ ഒന്ന് എഴുതി ഇപ്പൊ വേറെ നോട്ട് എഴുതി ഇത് ഇങ്ങോട്ട് പകർത്തി എഴുതി, അങ്ങനത്തെ ഒരു സംഭവം വരുത്തരുത്. എന്നിട്ട് വീട്ട് വേറെ. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വേസ്റ്റ് ആണ് ആ ടൈം. അങ്ങനെ വെറുതെ പിന്നെ അങ്ങനെ എഴുതി പഠിക്കണവർക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഇപ്പൊ ഒന്ന് എഴുതി ഇത് ഒരു വൃത്തിക്ക് ഭയങ്കര വൃത്തിയാക്കി ഒരു ലാസ്റ്റിലായിട്ട് ഒന്നും നോക്കിണ്ടാവില്ല. അപ്പോൾ ആ ഒരു കേസ് വരാതിരിക്കാൻ അപ്പോൾ ഒരു സബ് ഹെഡിങ്ങിൽ കാര്യങ്ങൾ എഴുതിയാൽ അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഇടും. എന്നാൽ പിന്നെ എന്താ എക്സ്ട്രാ വരാണെങ്കിൽ അവിടെ എഴുതുക, ഗ്യാപ്പ് ഇട്ടെടുത്ത് ഇങ്ങനെ എഴുതി പോവുക. പിന്നെ എല്ലാം കൂടെ വാരി വലിക്കലില്ല, ആവശ്യമുള്ള കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരുക്കി. ഒന്നാമത് മടിയാവുമ്പോൾ നമുക്ക് ആ ഒരു സ്വഭാവത്തിൽ വന്നിട്ട് അതും കൂടി കൂടിയിട്ടാണ് ഈ എഴുത്തിന്റെ കാര്യം. പഠിക്കാൻ അത്രയും പഠിക്കും, പക്ഷെ എഴുതാനാണ് കുറച്ച് മടി. എഴുതല് വായിക്കില്ല, ആ വായന ശീലം ഇല്ലാത്തതിന്റെ ഒരു ഓവറാണ് ബുക്ക് വായിക്കാത്തത്. അതൊരു പ്രശ്നമായി വന്നിട്ടാ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി എനിക്ക് വായിക്കാൻ കിട്ടണ്ടേ, അഡ്വാൻസ്ഡ് വലിയൊരു സാധനം ക്വസ്റ്റ്യൻ വായിച്ചു തീർക്കുമ്പോൾ ഇത്ര ഒരു പേജ് അങ്ങനത്തെ ഓരോ ഒന്നാമത് വായിക്കലില്ല. അതൊരു അത് നല്ലതല്ല കേട്ടോ, അത് റെക്കമെൻഡ് ചെയ്യല്ല. വായനാശീലം നല്ലതാണ്. ആൾക്കാർക്ക് NCERT പോലത്തെ അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഒന്ന് ക്ലിയർ ആയി വരാൻ പ്രശ്നമുണ്ട്. കാരണം കുറഞ്ഞ ലൈൻസിലാണ് ഒരു കൂടുതൽ കാര്യങ്ങൾ കുത്തി നിറക്കുക. NCERT വായിക്കല് ഇപ്പോ എല്ലാവർക്കും വായിക്കണവർ വായിക്കാം, പിന്നെ അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. കാരണം എല്ലാവരും വായിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ കെമിസ്ട്രി വായിക്കണതിന് പകരം ചെയ്തിരുന്നു. പിന്നെ ഇന്നിപ്പോ ചെയ്യാനും വിചാരിച്ചിരുന്നു, ലാസ്റ്റ് ടൈം കിട്ടാത്തതുകൊണ്ട്. യൂട്യൂബിലൊക്കെ ഉണ്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒരു വായിച്ചു തരാം. അപ്പോ ഒരു ഐഡിയ കിട്ടും. കാരണം ഒരു പറയല്ലേ എന്തൊക്കെ ബയോളജി അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ വായിക്കുമ്പോ ഒരു കിളി പോയ പോലെ, അതായത് ഒരു ലൈൻ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മുമ്പ് വന്ന ഏതെങ്കിലും ചോദ്യം അവർ കണക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ആണെങ്കിൽ ആ ഒരു ലൈൻ വായിച്ചിട്ട് തിരിച്ചെന്ന് റിവേഴ്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ടൈപ്പിനൊക്കെ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം 10th കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ തന്നെ തുടങ്ങണം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആദില്,
മിക്കവാറും 2 കൊല്ലം കഴിയട്ടെ റിസൾട്ട് ഓൻ്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനത്തെ അതുപോലെ +1 അതന്നെ ഞാൻ ഓനിപ്പോ 10th തുടങ്ങുന്നതിന് മുമ്പേ അല്ല SLC കഴിയുന്നതിന് മുമ്പേ ഞാൻ പറയലുണ്ട് അല്ലെ എന്തായാലും SLC ഇപ്പൊ അല്ലാണ്ട് ഓനക്കൊന്നും എത്ര മരിച്ചു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എത്ര മരിച്ചാലും full A+ അല്ലേ. അപ്പൊ ഇത്ര ആൾക്കാർക്ക് കിട്ടണം full A+. ആ ഇനിയിപ്പോ 9A+ ആയിക്കോട്ടെ, എന്നാലും സീറ്റ് കിട്ടുമല്ലോ. 9A+ ഒരു ആയാലും മോശമല്ലല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 10നേക്കാളും വലുത്. അങ്ങനത്തെ ആ ഒരു ഓനാ മൈൻഡിലാണ് നിൽക്കാറ്. അപ്പൊ അവനോട് എപ്പോഴാണ് പറയല് അത് നോക്കണ്ട, അത് 9 ആയാലും കുഴപ്പമില്ല, വേഗം തുടങ്ങാൻ പറഞ്ഞു. 10ാം ക്ലാസ് അല്ല 10 കഴിയുമ്പോഴല്ല, തുടക്കത്തില് വല്ല അതായത് NTSC ഒന്നും എക്സാം ഇല്ല, വെറുതെ ഒരു ചാപ്റ്റർ സ്കൂളിൽ എടുക്കുമ്പോ NTSC ഒരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചെയ്തോ, കളിക്കാൻ എല്ലാത്തിനും പോകും, എല്ലാത്തിനും വരണം. ഇതിന്റെ ഇടയിൽ ഇത് ആ ഒരു ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാറുണ്ട് വലിയ ഡിഫിക്കൽട്ട് അല്ല. ചിലർ ആ ഒരു ഓൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താവും, അവൻ്റെ വീട്ടിലെങ്ങനെ അറിയില്ല, ഇങ്ങനെ പറയല്ലോ SLC പഠിക്ക് ആ ഒരു സംഭവം വരുത്താതെ നേരെ ഇങ്ങനത്തെ ഒരു സംഭവത്തും കൂടി സ്വിച്ച് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ആ ഒരു full A+ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണ സംഭവം. സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2ന്റെ കൂടെ തന്നെ ഇപ്പൊ സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നീ ആദ്യമായിട്ട് ഈ IIT അല്ലെങ്കിൽ NIT JEE കേട്ടത് എവിടുന്ന, ഏതാ ക്ലാസ് ഏതാ കേട്ടത്? കേട്ടിട്ടുണ്ടാവായിരിക്കും, കാര്യമായിട്ട് +1 തന്നെ താത്തൊക്കെ പറയണ കേട്ടിരുന്നു. കുറച്ച് മുമ്പൊക്കെ ഇങ്ങനെ IIT NIT അടിപൊളിയാണ് അങ്ങനെയൊക്കെ. അല്ല അവിടെ പോയി കണ്ടിട്ടൊന്നുമില്ല, കേട്ട് പരിചയം. പിന്നെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് ഏതാ, അത് IIT JEE ആണെന്ന് അറിയാം. അല്ലാതെ IIT എന്നുള്ളൊരു ടൈമല്ല, ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് എവിടെയാണെങ്കിലും കോമ്പറ്റീഷൻ. പിന്നെ നീറ്റ് എടുക്കാത്ത അന്ന് പറഞ്ഞ പോലെ ആ ഒരു ബയോളജി ഒന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡുമാണ്, നല്ലൊരു കോമ്പറ്റീഷനാണ്, രസമല്ലേ. അങ്ങനെ ആ കോമ്പറ്റീഷൻ ഉണ്ടായാല് ഇനി വേറെ എന്തെങ്കിലും കയറും, ആ ഒരു രസം. അത് കാണാൻ പഠിക്കണം, നിനക്കൊരു ഡെയിലി റുട്ടീൻ നീ ഡെവലപ്പ് ചെയ്തിരുന്നോ? ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോവാ അങ്ങനെ റുട്ടീൻ, സ്കൂളിലെ ദിവസമാണെങ്കിൽ നിന്റെ റുട്ടീൻ എങ്ങനെയായിരിക്കും? കറക്റ്റ് റൊട്ടീൻ ഇല്ല. ഇപ്പോൾ നല്ല ദിവസം ഉണ്ടാക്കി പറയുകയാണെങ്കിൽ രാവിലെ എന്തായാലും എങ്ങനെയാണെങ്കിൽ നേരത്തെ എണീക്കും, വീട്ടിലെല്ലാവരും നേരത്തെ എണീക്കും. രാവിലെ എണീറ്റ് ഒരു പിന്നെ എപ്പോഴെങ്കിലും പഠിക്കില്ല, ഒരു 6 മണിക്ക് പഠിക്കാൻ തുടങ്ങിയാൽ 7 മണി ആ ടൈം ആകുമ്പോൾ നിർത്തും. പിന്നെ സ്കൂളിൽ പോകണം, സ്കൂളിൽ എനിക്ക് നടക്കണം, 1.5 കിലോമീറ്റർ നടക്കണം. നടന്ന് ബസ് കയറി പോയി സ്കൂളിൽ വന്ന് പിന്നെ തിരിച്ചു വന്നു. കുറച്ച് വരുമ്പോഴത്തേനും മരുഭാഗം സ്കൂളിൽ നിന്ന് അത്ര പഠിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. മറ്റേ ഇന്റർവെല്ലിൽ ഇറങ്ങിയാൽ അതും നടക്കൂല. അടുത്ത ട്രോളിനുള്ള എന്ത് പറഞ്ഞാലും അല്ല കട്ടാക്കിയിട്ട് അശ്വൽ സാറിന് വീഡിയോ ഇടാനുള്ള. ഇവിടെ ഒന്നും പറയാൻ ഇതൊന്നും വേണ്ട, ഞാൻ എവിടെയും വഴി തെറ്റൂല, ഒക്കെ ടൈം വേസ്റ്റ് ആണ് പുള്ളി പറഞ്ഞത്. അതൊക്കെ നമുക്ക് ഇനി കോളേജിൽ പോയിട്ട് ഒപ്പിക്കല്ലേ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയാല് പിന്നെ രാത്രിയാവും, അതായത് 6 മണി കഴിഞ്ഞ് രാത്രി ഒരുപാട് നേരം സ്കൂളിൽ പോകുന്നുണ്ടല്ലേ? സ്കൂളിൽ അങ്ങനെ പോകും. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ അത് നിനക്ക് റിഗ്രറ്റ് ആയി തോന്നി, അതായത് സ്കൂളിൽ സമയം വേസ്റ്റ് ആയിട്ട്? അങ്ങനെയല്ല, നമ്മള് പോകുമ്പോ തന്നെ എന്താ പറയുക, ഹോംവർക്കും കാര്യങ്ങളും വീട്ടിൽ ബാക്കി വെക്കൂല. അത് അവിടെ ഇന്റർവെല്ലും എല്ലാ സംഭവം അവിടെ രാവിലെ ചെന്നിട്ടൊക്കെ ഉണ്ടാവില്ല കുറച്ച് ടൈം. ആ ടൈം ഹോംവർക്ക് ഒക്കെ മാക്സിമം അവിടെ തന്നെ തീർക്കും. അങ്ങനെ ഇങ്ങനെ ആയിട്ട് വീട്ടിൽ ഒരു എഴുതാൻ റെക്കോർഡ് ഭയങ്കര ചെറുപ്പാ. അല്ല അതൊക്കെ എഴുതിയാണ്, റെക്കോർഡിനാ എഴുതിയാണ്. പിന്നെ ചെക്ക് ചെയ്തോളി അതിനെഴുതേന്. പക്ഷെ വരക്കണ്ട. പിന്നെ വീട്ടിൽ നിന്ന് നല്ല കാര്യമായിട്ട് എഴുതിന്, സ്കൂളിലൊക്കെ ചെക്കന്മാരോട് ചോദിച്ചാൽ ഫുൾ അവിടെ ഇരുന്നിട്ട് തന്നെ എഴുതല്. അപ്പോൾ മാക്സിമം വീട്ടിൽ എഴുതാത്ത, പിന്നെ ഹോംവർക്ക് ചിലത് ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ അവിടെ പോയിട്ട് കുത്തിരുന്ന് എഴുതിയിട്ട് കാര്യമില്ല, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ടേ. അപ്പൊ അതൊക്കെ അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ വേണ്ടി വരും. പിന്നെ എല്ലാം ഒരു ഇതൊക്കെ അവിടെ നിന്ന് തന്നെയൊക്കെയാണ് അങ്ങനെ എഴുതി കംപ്ലീറ്റ് ആക്കുക. വീട്ടിൽ പിന്നെ അങ്ങനെ സ്കൂളിൽ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ കാര്യങ്ങൾ. ചില RJ സാറൊക്കെ ഫിസിക്സ് ഒക്കെ എടുക്കുമ്പോൾ, അതായത് വെറും ബോർഡ് എക്സാം എന്നല്ല, ബോർഡ് എക്സാമും അതിന്റെ കൂടെ ആയിട്ട് ട്രിക്കും എല്ലാം പറയും ചെയ്യും. പിന്നെ അതിന് പുറമെ കുറച്ച് നമുക്ക് എക്സ്ട്രാ പോയിന്റ് കാര്യങ്ങൾ അങ്ങനത്തെ പറയും. അവർ ഇതൊക്കെ നല്ല അടിപൊളി ടീച്ചേഴ്സ് ആണ് സ്കൂളിൽ. അതാണ് മലപ്പുറത്ത് തന്നെ അടിപൊളി സ്കൂൾ എന്ന് പറയാം, PK Community. അപ്പോൾ സ്കൂളിലെ വർക്കുകൾ മാക്സിമം സ്കൂളിൽ തന്നെ തീർത്തിട്ട് വൈകുന്നേരത്ത് ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് മാത്സ് ഒക്കെ ഇന്റഗ്രൽസ് കാൻഹിൻ സാറൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ സാർ ചിലത് ഇങ്ങനെ മെല്ലെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസിന് അവിടെ കുറെ ക്വസ്റ്റ്യൻസ് സൈഡിലിട്ട് എല്ലാവരും സപ്പോർട്ടും നമ്മൾ ഒറ്റയ്ക്ക് കയറിയിട്ട് പോയി നല്ലത്.
അത് സത്യം തന്നെ. അതായത് ഇപ്പോ ടോപ്പ് റാങ്കിൽ വരുന്ന എല്ലാ കുട്ടികളും പറഞ്ഞത് അവര് മാത്രമൊന്നുമല്ല, അവർക്ക് പല പല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. അവരുടെ ഫാമിലിയൊക്കെ ഇവനെ കംപ്ലീറ്റ് നിന്റെ ഇഷ്ടത്തിന് പോയിക്കോന്ന് പറഞ്ഞിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇവനെ എങ്ങനെയാണോ പഠിക്കുന്നത് ആ രീതിയിൽ പഠിച്ചോട്ടെ അല്ലേ? നിർബന്ധിച്ചിട്ടൊന്നുമില്ല? ഓഫ്ലൈനിനൊക്കെ പോകാൻ നിർബന്ധിച്ചാ? എന്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പഠിക്കാൻ പഠിച്ചോ അങ്ങനത്തെ. സപ്പോർട്ടൊക്കെ പിന്നെ വീട്ടിൽ അത്ര ഇതൊന്നും അറിയില്ല. ഉമ്മാക്കൊന്നും അറിയാം. അതിലേറെ കോമഡി ഉണ്ട്. അഡ്വാൻസിന്റെ 2 ദിവസം മുമ്പ് ഇതിപ്പോ എങ്ങനെ കേരളത്തിലുള്ള ഒരു ഇതില് ആരുതുള്ളൂ, അതായത് അതിനെ പറ്റി കൂടുതൽ അവയർനെസ് കാരണം പഠിച്ചോ ഈ പഠിച്ചോ അല്ല ഈ പഠിച്ചോ അത് ആ ഒരു ടൈപ്പേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ ഇതന്നെ വേണമെന്നുള്ള ഫോഴ്സ് ചെയ്യലില്ല. അത് ശരിക്കും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അറിയാം, താത്താക്ക് അറിയാം. പക്ഷെ എനിക്ക് ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഏറ്റവും ഇഷ്ടം. നമ്മളല്ലാണ്ട് ഫോഴ്സ് ചെയ്യാതെ ശരിക്കും ചിലർക്ക് വേണ്ടി വരും. എനിക്കതാ ഇഷ്ടം. നമുക്ക് നമ്മളൊരു ഫ്രീഡം തന്നിട്ട്. റാങ്ക് വന്നപ്പോൾ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു. ഫ്രണ്ട്സിന്റെ അടുത്ത് അത് ഞങ്ങള് ഒരു കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയിലായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ആ ടൈമിന്? രാവിലെ തുടങ്ങി. ഞാൻ നോക്കിയിട്ടില്ലായിരുന്നേ ഇത് വരുന്ന ടൈമില് പെസ് കളിച്ചിരിക്കും ഞാനും അനിയനും. അപ്പൊ അതിന്റെ ഇടയിൽ മെസ്സേജ് വന്നിരുന്നേ. പിന്നെ തുറന്നു നോക്കിയില്ല, കളി കഴിയണ്ടേ. പിന്നെ അങ്ങനെ ഉച്ചക്ക് എപ്പോ ഇങ്ങനെ ഒരട്ടം നോക്കി, വല്ലാണ്ട് ഇങ്ങനെ പിന്നെ നോക്കാൻ തരും. ഞങ്ങൾ അയൽവാസിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ നടന്ന് തിരിച്ചു വരുന്ന ടൈമില് ഒരു നമുക്കൊന്നൊരു വീഡിയോ എടുക്കാം അതിനെ എടുത്ത അങ്ങനെ എടുത്ത് ചാനലില്ലേ മറ്റേ കറക്റ്റ് ഗൂസ് മൊമെന്റ്സ് വന്നാ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിന്റെ ഒരു ഇല്ലാന്നല്ല ആരിതുണ്ട്. ഇത്രയും കാലത്തെ പല സാക്രിഫൈസ് അല്ലേ, അതിനൊക്കെ കൂടി നടക്കൽ തുടങ്ങിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സ്വപ്നം കണ്ട സാധനം ഉണ്ട് വന്നതിന്റെ ആ ഒരു മൂമെന്റ് ഉണ്ടാവില്ലേ. പിന്നെ അത് പോയി. പിന്നെ അടുത്ത കോളേജ് കിട്ടുമ്പോ ഉണ്ടാവും അല്ലെ. കോളേജിൽ IIT കിട്ടുന്ന സമയത്ത് വീണ്ടും അവസാനം വരും. പിന്നെ അവിടത്തെ പിന്നെ അടുത്തത് അപ്പൊ എന്തായാലും നമ്മളെ കൂടെ തന്നെ ഇക്ര ഇനി മുന്നോട്ട് ഉണ്ടാവും. ഇക്ര ഇവിടെ പലർക്കും മെന്ററായിട്ടും ഇവന്റെ ലൈഫിൽ പലരെയും ഹെൽപ്പ് ചെയ്ത് അല്ലെ, IIT-യിലും അല്ലെ മുകളിൽ പഠിക്കുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് പിന്നെ അടിപൊളിയായി എന്തുണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ നീ ആയിരിക്കണം അടുത്ത ഒരാളെ കയറ്റണം. നീ ഒരാളെ കയറി വരാം, അടുത്ത 5 ആൾക്കാരെ കയറ്റണം. അപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്താലോ? ഇൻസ്റ്റാഗ്രാം ഫോൺ എടുക്ക്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാൻ പോട്ടെ എന്റെ അക്കൗണ്ടിൽ. ഇവന്റെ പേരിൽ എന്താ യൂസർ നെയിം വന്നിട്ടുണ്ട്? ഇക്രം സിഗ്മ. വേണ്ട പിന്നെ ഫുള്ള് നോക്കാവും. എന്താ വേണ്ടി യൂസർ നെയിം നോക്കി നോക്കി എന്തൊക്കെയാ ഉള്ളതെന്ന്. കൊറേ യൂസർ നെയിം ടേക്കണായിരിക്കും. എന്താ വേണ്ടി പാസ്വേഡ്. അപ്പോ നമുക്ക് ഉണ്ടാക്കാം. യൂസർ നെയിം ഏതാ കിട്ടാന്ന് അറിയില്ല. ഇക്രം കിട്ടുമോ നമുക്ക് നോക്കാം. ഒരു അടിപൊളി യൂസർ നെയിം ഇവരെല്ലാരും കൂടി എനിക്ക് വേണ്ടി ഇൻസ്റ്റ തുടങ്ങിയിട്ട് അടുത്താടി ഉണ്ടാക്കട്ടെ. അപ്പോ മെസ്സേജ് ഒന്നും പലരും അയക്കും, പല ഗേൾസും തന്നെ മെസ്സേജ് അയക്കും. പക്ഷെ അയച്ചിട്ട് കാര്യമില്ല. നിങ്ങളിത് വേറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ചോദിച്ചോളൂ. പുള്ളിയോട് ചോദിച്ചോളൂ, പുള്ളി അവൈലബിൾ ആയിരിക്കും. പിന്നെ ബാക്കി ഇങ്ങനെ വീഡിയോസ് ആയിട്ടും ഗൈഡൻസ് ആയിട്ടൊക്കെ ഇനി ഇക്ര ഉണ്ടാവും. ഭാവിയിൽ ചിലപ്പോൾ ടീച്ചറൊക്കെ ആയിട്ട് അല്ലെ ജൂഡിന്റെ ചാനലിൽ അഡ്വാൻസ് നമുക്ക് ചാനൽ ഉണ്ടാക്കണം അല്ലെ. ആ റേഞ്ചിലേക്ക് പോകണം നമുക്ക്. യെസ്. അപ്പൊ നമുക്ക് ബൈ അല്ലേ. അപ്പൊ ബൈ.